നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ തീർത്ത് കളഞ്ഞു, UAE തീർത്ത് കളഞ്ഞു. ഇപ്പോൾ UAE ആദ്യം ബാറ്റ് ചെയ്തിട്ട് 173 റൺസ് അടിച്ചപ്പോൾ ഒരിക്കലും ഈ കളി വൺ സൈഡായിട്ട് അവസാനിക്കുമെന്ന് നമുക്ക് തോന്നിയതല്ല. പക്ഷേ വേൾഡ് റെക്കോർഡ് തന്നെ അങ്ങ് ഇട്ട് കളഞ്ഞു. 175 റൺസിൻ്റെ സ്റ്റാൻഡ്. ഇത് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഒരു വിക്കറ്റ് കൂട്ടുകെട്ടിലും T20 പിറന്നിട്ടില്ല. This is the highest stand for any wickets in a men's T20 World Cup for any wicket എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒഫീഷ്യലി ഇതിൻ്റെ റെക്കോർഡ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. തകർപ്പൻ വിജയമാണ് ഏതായാലും ന്യൂസിലാൻഡ് നേടിയിരിക്കുന്നത്. 10 വിക്കറ്റിൻ്റെ വിജയമാണ് നേടിയിരിക്കുന്നത്. 15.2 ഓവറുകളിൽ അവർ വിജയലക്ഷ്യം മറികടന്നു, ഒരു വിക്കറ്റ് നഷ്ടപ്പെടാതെ. അതായത് ആദ്യം ബാറ്റ് ചെയ്ത UAE 173 റൺസ് 6 വിക്കറ്റ് നഷ്ടത്തിലെടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 15.2 ഓവറുകളിൽ 175 റൺസ് അടിച്ചുകൊണ്ട്, വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ അത്രയും റൺസ് അടിച്ചുകൊണ്ട് ന്യൂസിലാൻഡ് വിജയിച്ച് കയറി. അതുപോലെ UAEയുടെ മലയാളി താരം അലിഷാൻ ഷറഫു അർദ്ധ സെഞ്ചുറി നേടി. അപ്പം T20 വേൾഡ് കപ്പിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി ക്രിക്കറ്ററായിട്ട് അലിഷാൻ ഷറഫു മാറിയിരിക്കുകയാണ്. പക്ഷേ ടീം പരാജയപ്പെടുകയായിരുന്നു. UAEയുടെ ഓപ്പണർ ആര്യൻ ശർമ്മ 8 റൺസ് മാത്രം എടുത്ത് മടങ്ങിയപ്പോൾ ക്യാപ്റ്റൻ മുഹമ്മദ് വസീം കിടിലൻ ഇന്നിങ്സ് കളിച്ചു. 45 പന്തുകൾ നേരിട്ട് 4 ഫോറും 3 സിക്സും അടക്കം 66 റൺസുമായി പുറത്താകുന്നു. അലിഷാൻ ഷറഫു 47 പന്തുകളിൽ നിന്നാണ് 5 ഫോറും 2 സിക്സും അടക്കം 55 റൺസ് അടിച്ചത്. ഹർഷിത് കൗശിക് 2, മായങ്ക് കുമാർ 21, ഷോയിബ് ഖാൻ 7, മുഹമ്മദ് അർഫാൻ ഡക്ക്. ഇങ്ങനെയാണ് മറ്റ് UAE ബാറ്റർമാരുടെ ഒരു സംഭാവന വന്നത്. 14 റൺസ് എക്സ്ട്രയും കിട്ടിയിട്ടാണ് അവർ 173 എത്തിയത്. അതേസമയം ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് മാറ്റ് ഹെൻറി 2 വിക്കറ്റ് വീഴ്ത്തി. ജേക്കബ് ഡഫി, അതുപോലെ ലോക്കി ഫെർഗൂസൺ, മിച്ചൽ സാന്നർ, ഗ്ലെൻ ഫിലിപ്സ് എന്നിവർ ഓരോ വിക്കറ്റും എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു. UAE ബൗളർമാർ ഒട്ടും ഒരു ബുദ്ധിമുട്ട് ന്യൂസിലാൻഡിന് ഉണ്ടാക്കിയില്ലെന്ന് പറയുന്നത്. കൃത്യമായ ലെങ്ത്തിൽ ബാറ്റ് വീശാൻ പറ്റുന്ന തരത്തിൽ പന്തെറിഞ്ഞു കൊടുത്തു. വലിയ നോട്ട് മച്ച് വേരിയേഷൻ. സോ വളരെ ഈസി ആയിട്ട് തന്നെ കളിച്ചു, റൺസ് അടിച്ചു കൂട്ടി. ടീംസ് എഫേർട്ട് 42 പന്തിൽ നിന്ന് 12 ഫോറും 3 സിക്സും അടക്കം 89 റൺസ് അടിച്ചു. ഫിനാലൻ 50 പന്തിൽ നിന്ന് 5 ഫോറും 5 സിക്സും അടക്കം 84 റൺസ് അടിച്ചു. അനായാസം ന്യൂസിലാൻഡ് വിജയിച്ചു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.